ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 16-ാമത്തെ അധ്യായം. അതിൽ പൃഥുരാജസ്തുതിയാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഷോഡശോऽധ്യായഃ. മൈത്രേയ ഉവാച. ഏവം ബ്രുവാണം നൃപതിം ഗായകാമുനിചോദിതാ തുഷ്ടുവുസ്തുഷ്ടമനസസ്തദ്വാഗമൃതസേവയാ. ഏവം ബ്രുവാണം നൃപതിം ഗായകാമുനിചോദിതാ തുഷ്ടുവുസ്തുഷ്ടമനസസ്തദ്വാഗമൃതസേവയാ. പ്രകാരം ഇങ്ങനെ രാജാവ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, ആ സ്തുതിപാഠകന്മാരെയൊക്കെ അദ്ദേഹം അവരോട് വെറുതെ ഇങ്ങനെ വ്യർത്ഥമായിട്ടുള്ള സ്തുതി പാടില്ല എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഏവം ബ്രുവാണം ഇപ്രകാരം പറയുന്ന ആ രാജാവിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമൃതസമാനമായിട്ടുള്ളതാണ്. അപ്പോൾ അമൃത സമാനമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ആ ഗായകന്മാർ, ആ സ്തുതിപാഠകന്മാർ, ആ മുനികളാൽ പ്രേരിതരായിട്ട് ആ മുനിമാരൊക്കെ അദ്ദേഹത്തെ സ്തുതി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുനിമാരാൽ പ്രേരിതരായിട്ട് വീണ്ടും ആ പൃഥ്വിരാജാവിനെ സ്തുതിക്കുകയാണ്. ഇതിലത്തെ പദങ്ങളെ ഏവം ഇങ്ങനെ ബ്രുവാണം പറയുന്ന നൃപതിം രാജാവിനെ തദ്വാഗ് അമൃതസേവയാ അദ്ദേഹത്തിൻ്റെ വാക്കാകുന്ന അമൃതം ആസ്വദിക്കയാൽ തുഷ്ടമനസഃ സന്തുഷ്ടമായ മനസ്സോടെ ഗായകാഹ ആ ഗായകർ മുനിചോദിതാഹ ആ മുനികളാൽ പ്രേരിതരായിട്ട് തുഷ്ടുവുഹു സ്തുതി ചെയ്തു. എന്നുകൂടി പറയാം. ഏവം ഇങ്ങനെ ബ്രുവാണം പറയുന്ന നൃപതിം രാജാവിനെ തദ്വാഗ് അമൃതസേവയാ അദ്ദേഹത്തിൻ്റെ വാക്കാകുന്ന അമൃതം ആസ്വദിക്കയാൽ തുഷ്ടമനസഃ സന്തുഷ്ടമായ മനസ്സോടെ ഗായകാഹ ഗായകർ മുനിചോദിതാഹ മുനികളാൽ പ്രേരിതരായിട്ട് തുഷ്ടുവു സ്തുതി ചെയ്തു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഏവം ബ്രുവാണം നൃപതിം തദ്വാഗ് അമൃതസേവയാ തുഷ്ടമനസഃ ഗായകാഹ മുനിചോദിതാഹ തുഷ്ടുവുഹു. ഇവിടെ പറയാം. ഏവം ബ്രുവാണം നൃപതിം തദ്വാഗ് അമൃതസേവയാ തുഷ്ടമനസഃ ഗായകാഹ മുനിചോദിതാഹ തുഷ്ടുവുഹു. ഇങ്ങനെ ഇപ്രകാരം പറയുന്ന ആ രാജാവിനെ അദ്ദേഹത്തിൻ്റേതാകുന്ന ആ വാക്കാകുന്ന അമൃതം ആസ്വദിക്കുകയാൽ സന്തുഷ്ടരായിട്ടുള്ള ആ ഗായകന്മാർ ആ മുനിമാരാൽ പ്രേരിതരായിട്ട് സ്തുതി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അന്വയം വന്നിട്ട് ഏവം പറഞ്ഞു. ഏവം ബ്രുവാണം നൃപതിം തദ്വാഗ് അമൃതസേവയാ തുഷ്ടമനസഃ ഗായകാഹ മുനിചോദിതാഹ തുഷ്ടുവുഹു. പൃഥ്വിചക്രവർത്തി ഇപ്രകാരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്യം അവർക്ക് അമൃതിന് തുല്യം ആസ്വാദ്യമായി. സൂതമാഗധ ബന്ധികളായ ആ ഗായക സംഘം ഋഷീശ്വരന്മാരാൽ പ്രേരിതരായിട്ട് മനസ്സംതൃപ്തിയോടെ പൃഥുവിനെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ തൻ്റെ പ്രവൃത്തികളെ വിലയിരുത്താതെ സ്തുതിക്കുന്നത് അസ്ഥാനത്താണെന്ന കാരണത്താലാണ് പൃഥു അവരെ ആദ്യം വിലക്കിയത്. ഇപ്പോൾ ഋഷികൾ അവരെ പ്രവചിക്കുകയും സൂതമാഗധ ബന്ധികളെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനാൽ അവരുടെ സ്തുതി വ്യർത്ഥമാവുകയില്ല. അതിൽ പൃഥുവിന് അല്പം അസന്തുഷ്ടിയും ഉണ്ടായിട്ടില്ല. പൃഥുവിൻ്റെ യജ്ഞത്തിലാണ് സൂതാദികളുടെ ഉൽപ്പത്തി എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഋഷികളുടെ പ്രവചനത്തെ ആസ്പദമാക്കിയിട്ടാണ് സ്തുതിക്കുന്നത്. ഇവിടെ മൈത്രേയൻ പറയുകയാണ്, സൂതൻ തുടങ്ങിയവർ പൃഥുവിൻ്റെ വാക്കാകുന്ന അമൃത പാനം ചെയ്തതിനാൽ സന്തുഷ്ടരും മുനിമാരാൽ പ്രേരിതരും ആയിട്ട് അങ്ങനെ പറഞ്ഞ ആ രാജാവിനെ സ്തുതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം പറഞ്ഞ രാജാവിൻ്റെ വാക്കാകുന്ന അമൃതത്തെ സേവിച്ചുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന ആ സൂത മാഗധാദികളായിരിക്കുന്ന ഗായകന്മാരുടെ മുനിമാർ പൃഥുഗുണങ്ങളെപ്പറ്റി കീർത്തിപ്പാൻ പറഞ്ഞതിനാൽ രാജാവിനെക്കുറിച്ച് സ്തോത്രം ചെയ്തു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ?
പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ഇതി ഹേ വിതുര മൈത്രേയ ഉവാച, മൈത്രേയം പറയുന്നു, ഹേ വിതുര. ഇതിപ്പോൾ കഴിഞ്ഞ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷോഡശേ, ആ 16-ാമത്തെ അധ്യായത്തിൽ സർവലോകേശൈഹി, സർവലോകത്തിനും ഈശനായിരിക്കുന്ന സത്കൃതം, ആ പൃഥുമഹാരാജാവ് സത്കൃതം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, ഭാര്യായുതം, ഭാര്യയോട് ചേർന്ന് ചെയ്തിട്ടുള്ള ആ സൽക്കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മുനിപ്രയുക്താസൂതാദ്യാഹ, ആ മുനിമാരാൽ പ്രചോദിക്കപ്പെട്ടിട്ട് ആ സൂതാദി സൂതൻ മാഗധൻ ബന്ദി മാഗധ ബന്ദികളെ സ്തുവന്തി സ്മേതി, മുനിമാരുടെ ആ പ്രചോദനം കൊണ്ട് വീണ്ടും ആ സൂതമാഗധ ബന്ദികളെ ആ രാജാവിനെ സ്തുതിക്കുകയാണ്. സ്തുവന്തി സ്മേതി വർണ്യതേ, അത് എങ്ങനെയാണെന്നുള്ളത് വർണ്ണിക്കുകയാണ്. മൈത്രേയ ഉവാച, ഹേ വിതുര, മൈത്രേയം പറയുന്നു, അല്ലയോ വിതുര, ഇതിബ്രുവാണം നൃപതി മുനിപ്രേരിതാഹ, ഇപ്രകാരം പറഞ്ഞ രാജാവിനെ, ഇതിബ്രുവാണം നൃപതിം, ഇതിപ്രകാരം പറഞ്ഞ രാജാവിനെ മുനിപ്രേരിതാഹ, മുനിമാരാൽ പ്രേരിതരായിട്ട്, ഗായകാഹ, മുനിപ്രേരിതാഹ ഗായകാഹ സ്തുഷ്ടുഹു, ആ ഗായകന്മാർ വീണ്ടും സ്തുതിച്ചു എന്നുള്ള പറയുന്നത്. ഇതിബ്രുവാണം നൃപതിം മുനിപ്രേരിതാഹ ഗായകാ സ്തുഷ്ടുഹു എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 2-ാമത്തെ ശ്ലോകം. നാലം വയം തേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോ അവതാരമായയാ വേണാം ഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമഭിബഭ്രമൂർധിയ. നാലം വയം തേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോ അവതാരമായയാ വേനാം ഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാം അഭിബഭ്രമൂർധിയ. ദേവശ്രേഷ്ഠനായിരിക്കുന്ന ഏതൊരാൾ ആ മായ കൊണ്ട് അവതരിച്ചുവോ, ദേവശ്രേഷ്ഠനായിരിക്കുന്ന ആളാണ് ആ പൃഥുമഹാരാജാവ്, അദ്ദേഹം മായ കൊണ്ട് അവതരിച്ചിരിക്കുന്നുവോ, അങ്ങയുടെ ആ മഹിമാനുവർണ്ണനെ, മഹിമയെ വർണ്ണിക്കാനായിട്ട് അടിയങ്ങൾ. അലം പോരാ, നമ്മളൊന്നും അതിന് പറ്റിയ ആൾക്കാരല്ല. വേനൻ്റെ ദേഹത്തിൽ നിന്നും ജനിച്ച അങ്ങയുടെ ആ പൗരുഷങ്ങളെ പറ്റിയിട്ട് ബ്രഹ്മാദികൾക്ക് പോലും ബുദ്ധി ഭ്രമിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് നാലം, നമ്മളെ കൊണ്ട് പറ്റില്ല. വയം അങ്ങേ തേ മഹിമാനുവർണ്ണനെ, അങ്ങയുടെ മഹിമയെ വർണ്ണിക്കാൻ നമ്മളെ കൊണ്ട് ആവില്ല. യോ ദേവവര്യോ അവതതാര, യോ ദേവവര്യോ അവതതാര ഉണ്ട്, അവതാര എന്നല്ലാളൂ, ദേവവര്യോ അവതതാര. മായ കൊണ്ട് അവതരിച്ചിട്ടുള്ള ദേവവര്യനെ, ഈ ദേവവര്യനെ സ്തുതിക്കാൻ, അദ്ദേഹത്തിൻ്റെ മഹിമയെ വർണ്ണിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. വേനാംഗജാതസ്യ, വേനൻ്റെ അംഗത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ച പൗരുഷാണി, അദ്ദേഹത്തിൻ്റെ പൗരുഷ പ്രവൃത്തികളെ, വാചസ്പതീനാമപി, ബ്രഹ്മാവിന് പോലും, ബ്രഹ്മാവ് തുടങ്ങിയ അവർക്ക് പോലും അങ്ങയുടെ ആ പൗരുഷത്തെ പറ്റിയിട്ട് ബഭ്രമൂർധിയ, അവർ പോലും അതിനെയൊക്കെ അറിഞ്ഞിട്ട് ബുദ്ധി ഭ്രമിച്ചവരെ പോലെ ആയിരിക്കണം. അവർക്കും പറയാൻ പറ്റില്ല, തീരെ പറയാൻ പറ്റില്ല എന്നുള്ള എനിക്കാണ് പറയുന്നത്. അപ്പോൾ നാലം വയം ദേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോ അവതതാരമായയാ, യോ ദേവവര്യോ അവതതാരമായയാ വേനംഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാം അഭിബഭ്രമൂർധിയ.
ദേവവര്യ ദേവശ്രേഷ്ഠനായിരിക്കുന്ന യഹ ഏതൊരാൾ മായയാൽ മായ കൊണ്ട് അവതതാര അവതരിച്ചുവോ തസ്യ തേ ആ അങ്ങയുടെ മഹിമാനുവർണ്ണനെ മഹിമയെ അനുവർണിപ്പാൻ വയം അടിയങ്ങൾ ന അലം പോരാ വേനാംഗജാതസ്യ വേനൻ്റെ ദേഹത്തിൽ നിന്നും ജനിച്ച തേ അങ്ങയുടെ പൗരുഷാണി പൗരുഷങ്ങളെപ്പറ്റി വാചസ്പതീനാം അപി ബ്രഹ്മാദികൾക്ക് പോലും ധിയ ബുദ്ധി ബഭ്രമൂ ഭ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പദങ്ങളൊന്നും കൂടി നോക്കാം. ദേവവര്യ ദേവശ്രേഷ്ഠനായിരിക്കുന്ന യഹ ഏതൊരാൾ മായയാൽ അവതതാര അവതരിച്ചുവോ തസ്യത്തെ ആ അങ്ങയുടെ മഹിമാനുവർണ്ണനെ മഹിമയെ അനുവർണിപ്പാൻ വയം അടിയങ്ങൾ ന അലം അടിയങ്ങൾക്കാവില്ല വേനാംഗജാതസ്യ ച വേനൻ്റെ ദേഹത്തിൽ നിന്നും ജനിച്ച തേ അങ്ങയുടെ പൗരുഷാണി പൗരുഷങ്ങളെപ്പറ്റി വാചസ്പതീനാം അപി ബ്രഹ്മാദികൾക്ക് പോലും ബ്രഹ്മാദികളുടെ പോലും വാചസ്പതീനാം അപി ബ്രഹ്മാദികളുടെ പോലും ധിയ ബുദ്ധി ബഭ്രമുഹു ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്വയം വന്നിട്ട് ദേവവര്യ യഹ മായയാ അവതതാര തസ്യ തേ മഹിമാനുവർണ്ണനം വയം ന അലം വേനാംഗജാതസ്യ തേ പൗരുഷാണി വാചസ്പതീനാം അപി ധിയ ബഭ്രമൂ. എന്നുകൂടി പറയാം. ദേവവര്യ യഹ മായയാ അവതതാര തസ്യ തേ മഹിമാനുവർണ്ണനം വയം ന അലം വേനാംഗജാതസ്യ ച തേ പൗരുഷാണി വാചസ്പതീനാം അപി ധിയ ബഭ്രമൂ. അപ്പോൾ ദേവശ്രേഷ്ഠനായിരിക്കുന്ന ഏതൊരാൾ മായയാൽ അവതരിച്ചുവോ ആ അങ്ങയുടെ മഹിമയെ വർണ്ണിപ്പാൻ അടിയങ്ങൾ പോരാ. വേനൻ്റെ ദേഹത്തിൽ നിന്ന് ജനിച്ച അങ്ങയുടെ ആ പൗരുഷങ്ങളെപ്പറ്റി ബ്രഹ്മാദികളുടെ പോലും ആ ബുദ്ധി ഭ്രമിച്ചിരിക്കുകയാണ്. വാചസ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ്. വാചസ്പതിർ വാച പാതാ വാ പാലയിതാ വാ എന്നാണ് പറയുക. അപ്പോൾ മായയെ അവലംബിച്ച് വിഷ്ണു ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന അവതാരമായിരിക്കുന്ന അങ്ങയുടെ ആ മഹിമയെ വർണ്ണിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. വേനിൻ്റെ അവയവത്തിൽ നിന്നും ഉത്ഭവിച്ച അങ്ങയുടെ ആ പൗരുഷം എത്രയെന്നറിയാതെ ബ്രഹ്മാദികൾ പോലും മോഹിതരായിരിക്കുന്നു. ഇവിടെ യോഗമായയാൽ ഈ ഭാവത്തിൽ അവതാരമെടുത്ത ആ ദേവാധിരാജനായ അങ്ങയുടെ മഹിമ വർണ്ണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അശക്തരാണ്. വേനപുത്രനായ അങ്ങയുടെ ആ പരാക്രമങ്ങൾ ബ്രഹ്മാദികളുടെ ബുദ്ധിക്ക് പോലും അറിയാൻ പ്രയാസമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇതുമുതൽ ആ അധ്യായം കഴിയുന്നത് വരെയുള്ള ശ്ലോകങ്ങൾ പൃഥുവിനെക്കുറിച്ചുള്ള സ്തോത്രങ്ങളാണ്. ഹേ പ്രഭു, അങ്ങയുടെ മഹിമയെ ക്രമത്തിൽ വർണ്ണിക്കുന്നതിന് ഞങ്ങൾ ശക്തന്മാരല്ല. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരിൽ അതിശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീഹരി തന്നെ സ്വേച്ഛയാ അങ്ങയുടെ സ്വരൂപത്തെ ധരിച്ച് അവതരിച്ചിരിക്കുകയാകുന്നു. വേനൻ്റെ ശരീരത്തിൽ നിന്ന് അവതരിച്ച അങ്ങയുടെ പരാക്രമങ്ങളെ വർണ്ണിക്കുന്നതിൽ വാക്പതികളായിരിക്കുന്ന ബ്രഹ്മവാദികളുടെ ബുദ്ധി വൃത്തികൾക്ക് പോലും പരിഭ്രമം സംഭവിക്കും. ആ സ്ഥിതിക്ക് ഞങ്ങളെപ്പറ്റി പറയുവാനുണ്ടോ എന്നുള്ളതാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. ഹേ ദേവവര്യ, അല്ലയോ ദേവശ്രേഷ്ഠനായിരിക്കുന്ന പൃഥ്വിമഹാരാജാവിനോട് പറയണം, രാജൻ, തവ മഹിമാനുവർണ്ണനെ, അങ്ങയുടെ മഹിമയെ വർണ്ണിക്കാൻ വയം ന സമർത്ഥ, ഞങ്ങൾ സമർത്ഥരല്ല. തവ യശസ്സി, അങ്ങയുടെ യശസ്സിനെ ബ്രഹ്മാദീനാമപി, ബ്രഹ്മാദികൾക്ക് പോലും ധിയോ, ആ യശസ്സിൽ ബ്രഹ്മാദീനാമപി, ബ്രഹ്മാദികൾ പോലും അവരുടെ ബുദ്ധി ധിയോ ബഭ്രമൂ, അവരുടെ ബുദ്ധി ഭ്രമിച്ചിരിക്കുകയാണ്. എന്നുകൂടി പറയാം. ഹേ ദേവവര്യ, അല്ലയോ ദേവവര്യനായിരിക്കുന്ന പൃഥ്വിമഹാരാജാവേ, തവ മഹിമാനു വർണ്ണനെ, അങ്ങയുടെ മഹിമയെ വർണ്ണിക്കുന്നതിൽ ഞങ്ങൾ വയം ന സമർത്ഥ, ഞങ്ങൾ സമർത്ഥരല്ല. തവ യശസ്സി, അങ്ങയുടെ യശസ്സിൽ ബ്രഹ്മാദീനാമപി,
ബ്രഹ്മാദികൾ പോലും ബുദ്ധി ബഭ്രമുഹു, ബുദ്ധി ഭ്രമിച്ചവരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹേ ദേവവര്യ തവ മഹിമാനുവർണ്ണനെ വയം ന സമർത്ഥാ തവ യശസി ബ്രഹ്മാദീനാം അപി ധിയോ ബഭ്രമുഹു എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം, മൂന്നാമത്തെ. അഥാപ്യുദാരശ്രവസപൃഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാ യഥോപദേശം മുനിഭി പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി. അഥാപ്യുദാരശ്രവസപൃഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാ യഥോപദേശം മുനിഭി പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി. എങ്കിലും ആ ഉദാരകീർത്തിമാനായിരിക്കുന്ന ആ ശ്രീഹരിയുടെ കലാവതാരം ആയിരിക്കുന്ന ആ പൃഥുവിൻ്റെ കഥാമൃതത്തിൽ ആദരവുള്ള അടിയങ്ങൾ, ആ കഥകളിൽ ആദരവുള്ള ഞങ്ങൾ ആ മുനിമാരാൽ പ്രേരിതരായിട്ട് ആ പ്രശംസാർഹങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ ഉപദേശാനുസാരേണ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അഥാപ്യുദാരശ്രവസഃ, ഉദാരകീർത്തിമാനായിരിക്കുന്ന അല്ലയോ ഹരേഹേ, ആ ഹരിയുടെ കലാവതാരമായിരിക്കുന്ന പൃഥോഹോ, പൃഥുമഹാരാജാവേ, അങ്ങയുടെ ആ കഥാമൃതാദൃതാ, കഥാമൃതത്തിൽ ആദരവുള്ള യഥോപദേശം, കഥാമൃതത്തിൽ ആദരവുള്ള ഞങ്ങൾ, വയം അടിയങ്ങൾ, മുനിഭിഹി പ്രചോദിത, മുനിമാരാൽ പ്രചോദിതാഹ, ശ്ലാഘ്യാനി കർമാണി, പ്രചോദിതരായിട്ട് ആ പ്രശംസയെ അർഹിക്കുന്നതായിരിക്കുന്ന കർമാണി വയം വിതന്മഹി, കർമ്മങ്ങളെ യഥോപദേശം, ആ ഉപദേശാനുസാരേണ, ഉപദേശിച്ച് എങ്ങനെയാണോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വെച്ചാൽ അതുപോലെ നമ്മൾ വിസ്തരിക്കണു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത പദങ്ങൾ നോക്കാം. അഥാപി, എങ്കിലും, ഉദാരശ്രവസഃ, ഉദാരകീർത്തിമാനായിരിക്കുന്ന ഹരേഹേ, ആ ശ്രീഹരിയുടെ കലാവതാരം ആയിരിക്കുന്ന പൃഥോഹോ, പൃഥുവിൻ്റെ കഥാമൃതാദൃതാ, കഥാമൃതത്തിൽ ആദരവുള്ള വയം അടിയങ്ങൾ, മുനിഭിഹി, മുനിമാരാൽ പ്രചോദിതാഹ, പ്രേരിതരായിട്ട്, ശ്ലാഘ്യാനി, പ്രശംസാർഹങ്ങളായ കർമാണി, കർമ്മങ്ങളെ യഥോപദേശം, ഉപദേശാനുസാരേണ വിതന്മഹി, വിവരിക്കുന്നു. എന്നുകൂടി പറയാം. അഥാപി, എങ്കിലും, ഉദാരശ്രവസഃ, ഉദാരകീർത്തിമാനായിരിക്കുന്ന ഹരേഹേ, ആ ശ്രീഹരിയുടെ കലാവതാരം ആയിരിക്കുന്ന പൃഥോഹോ, ആ പൃഥുവിൻ്റെ കഥാമൃതാദൃതാം, അതിലത്തെ പദങ്ങൾ അഥാപി, എങ്കിലും, ഉദാരശ്രവസഃ, ഉദാരകീർത്തിമാനായിരിക്കുന്ന ഹരേഹേ, ആ ശ്രീഹരിയുടെ കലാവതാരമായ പൃഥോഹോ, ആ പൃഥുവിൻ്റെ കഥാമൃതാദൃതാഹ, ആ കഥാമൃതത്തിൽ ആദരവുള്ള വയം അടിയങ്ങൾ, മുനിഭിഹി, മുനിമാരാൽ പ്രചോദിതാഹ, പ്രേരിതരായിട്ട്, ശ്ലാഘ്യാനി, പ്രശംസാർഹങ്ങളായിരിക്കുന്ന കർമാണി, കർമ്മങ്ങളെ യഥോപദേശം, ഉപദേശാനുസാരേണ വിതന്മഹി, വിവരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. അഥാപി, എങ്കിലും, ഉദാരശ്രവസഃ, ഉദാരകീർത്തിമാനായ ഹരേഹേ, ആ ശ്രീഹരിയുടെ കലാവതാരമായിരിക്കുന്ന പൃഥോഹോ, ആ പൃഥുവിൻ്റെ കഥാമൃതാദൃതാ, കഥാമൃതത്തിൽ ആദരവുള്ള വയം അടിയങ്ങൾ, മുനിഭിഹി, മുനിമാരാൽ പ്രചോദിതാഹ, പ്രേരിതരായിട്ട്, ശ്ലാഘ്യാനി, പ്രശംസാർഹങ്ങളായിരിക്കുന്ന കർമാണി, കർമ്മങ്ങളെ യഥോപദേശം, ഉപദേശാനുസാരേണ വിതന്മഹി, വിവരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അന്വയം വന്നിട്ട് അഥാപി ഉദാരശ്രവസഃ ഹരേഹേ കലാവതാരസ്യ പൃഥോഃ കഥാമൃതാദൃതാഃ വയം മുനിഭിഃ പ്രചോദിതാഃ ശ്ലാഘ്യാനി കർമാണി യഥോപദേശം വിതന്മഹി. എന്നുകൂടി പറയാം. അഥാപി ഉദാരശ്രവസഃ ഹരേഃ കലാവതാരസ്യ പൃഥോഃ കഥാമൃതാദൃതാഃ വയം മുനിഭിഃ പ്രചോദിതാഃ ശ്ലാഘ്യാനി കർമാണി യഥോപദേശം വിതന്മഹി.
എങ്കിലും ആ ഉദാരകീർത്തിമാനായിരിക്കുന്ന ശ്രീഹരിയുടെ കലാവതാരമായിരിക്കുന്ന പൃഥുവിൻ്റെ ആ കഥാമൃതത്തിൽ ആദരവുള്ള അടിയങ്ങൾ ആ മുനിമാരാൽ പ്രചോദിതരായിട്ട് പ്രേരിതരായിട്ട് പ്രശംസാർഹങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ ഉപദേശാനുസാരേണ വിസ്തരിക്കുന്നു അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാലും പുണ്യകീർത്തി ആയിരിക്കുന്ന ആ ഭഗവാന്റെ അംശമായി അവതരിച്ച ആ പൃഥുസ്വരൂപനായ അങ്ങയുടെ ലീലാമൃതത്തിൽ അത്യാദരം കലർന്ന ഞങ്ങൾ മുനിമാരാൽ പ്രേരിതരായിട്ട് ശ്ലാഘ്യങ്ങളായ അങ്ങയുടെ ദിവ്യകർമ്മങ്ങൾ ഉപദേശം അനുസരിച്ച് വിസ്തരിക്കുന്നു. ഇദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കുക മാത്രമല്ല, ലോകത്തെ മുഴുവനും ധർമ്മത്തിൽ നിന്നും തെറ്റാതെ അശക്തന്മാരാണെങ്കിലും സകല ക്ലേശങ്ങളും നശിപ്പിക്കുന്ന ആ ശ്രീഹരിയുടെ അംശാവതാരം ആണെങ്കിലും അങ്ങയുടെ ആ കഥാമൃത സേവയിൽ അത്യാദരത്തോടു കൂടിയ ഞങ്ങൾ മുനിമാരുടെ ഉപദേശത്തെ അതിക്രമിക്കാതെയും അവരുടെ പ്രേരണയെ അനുസരിച്ച് സർവാർത്ഥ സാധകമായിരിക്കുന്ന ആ യശസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളും ശ്ലാഘ്യങ്ങളുമായിരിക്കുന്ന കർമ്മങ്ങളെ വർണ്ണിക്കുന്നു. നമ്മൾ അശക്തന്മാരാണ്, അങ്ങയുടെ ആ മഹിമയെ വർണ്ണിക്കാൻ. അതാണ് അശക്തന്മാരാണെങ്കിലും സകല ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയുടെ അംശാവതാരം ആണെങ്കിലും കലാവതാരമാണ്. അങ്ങയുടെ കഥാമൃത സേവയിൽ അത്യാദരത്തോടു കൂടിയ ഞങ്ങൾ ആ മുനിമാരുടെ ഉപദേശത്തെ അതിക്രമിക്കാതെയും അവരുടെ പ്രേരണയെ അനുസരിച്ച് സർവാർത്ഥ സാധകമായിരിക്കുന്ന ആ യശസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളും ശ്ലാഘ്യങ്ങളുമായിരിക്കുന്ന ആ കർമ്മങ്ങളെ വർണ്ണിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. വ്യാഖ്യാനത്തിൽ തഥാപി, അപ്പോൾ അതുകൊണ്ട് ഹരേരംശസ്യ ഹരിയുടെ അംശമായിരിക്കുന്ന തവ ഹരേരംശസ്യ ഹരിയുടെ അംശമായിരിക്കുന്ന അങ്ങയെ മുനിപ്രേരിത മുനിമാർ പ്രേരിപ്പിച്ച പോലെ സന്തോ വയം കർമാണി ആ സൽപ്രവൃത്തികളെ ഞങ്ങൾ വിസ്തരിക്കണു പറയും. തഥാപി ഹരേരംശസ്യ, അപ്പോൾ അതുകൊണ്ട് ആ ഹരിയുടെ അംശമായിരിക്കുന്ന തവ അങ്ങയെ മുനിപ്രേരണയാൽ സന്തോ വയം ഞങ്ങൾ ആ സത്കർമാണി ഇവിടെ ആ കർമ്മങ്ങളെ അങ്ങയുടെ കർമ്മങ്ങളെ വിസ്താരയാമഹ അതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. തഥാപി ഹരേരംശസ്യ തവ മുനിപ്രേരിതാ സന്തോ വയം കർമാണി വിസ്താരയാമഹ അതാണ് വ്യാഖ്യാനം. അടുത്ത ശ്ലോകം 4. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താ തൽപരിപന്ഥിനാം. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താ തൽപരിപന്ഥിനാം. ധർമ്മം പാലിക്കുന്നവരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഇദ്ദേഹം ആ ലോകത്തെ ആ ധർമ്മമാർഗത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ ധർമ്മമര്യാദകളുടെ ആ പാലകനും അതുപോലെ അവയെ ലംഘിക്കുന്നവരുടെ ആ ശാസകനും ആയിത്തീരും. ഏഷ ധർമ്മഭൃതാം ആ ധർമ്മം പാലിക്കുന്നതിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ലോകം ധർമ്മേ അനുവർത്തയൻ. ഏഷഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ലോകത്തെ ആ ധർമ്മം അനുവർത്തിക്കുന്നതിനെ നിലനിർത്തിക്കൊണ്ടിട്ട് ഗോപ്താച ധർമ്മസേതൂനാം നിലനിർത്തിക്കൊണ്ട് ആ ധർമ്മമര്യാദകളെ ധർമ്മമര്യാദകളെ പാലിക്കും. തൽപരിപന്ഥിനാം അവയെ ലംഘിക്കുന്നവരെ ലോകത്തിലെ ധർമ്മത്തെ പരിപാലിക്കും. അവയെ ലംഘിക്കുന്നവരെ ശാസ്താ തൽപരിപന്ഥിനാം എന്ന് പറഞ്ഞാൽ അവയെ ലംഘിക്കുന്നവരെ ശാസിച്ച് നിർത്തുകയും ചെയ്യും. ശാസകനും ആകുന്നു അത്രേ എന്നുള്ളതാണ് അതിലത്തെ അർത്ഥം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. ധർമ്മഭൃതാം ധർമ്മം പാലിക്കുന്നവൻ
അവരിൽ ശ്രേഷ്ഠനായ ധർമ്മഭൃതാം ധർമ്മം പാലിക്കുന്നവരിൽ ശ്രേഷ്ഠ മുഖ്യനായ ഏഷ ഇദ്ദേഹം ലോകത്തെ ധർമ്മമാർഗത്തിൽ അനുവർത്തയൻ നിലനിർത്തിക്കൊണ്ട് ധർമ്മസേതൂനാം ധർമ്മമര്യാദകളുടെ ഗോപ്ത പാലകനും തൽപരിപന്ഥിനാം അവയെ ലംഘിക്കുന്നവരുടെ ശാസകനും അത്രേ. എന്നുകൂടി പറയാം. ധർമ്മഭൃതാം ധർമ്മം പാലിക്കുന്നവരിൽ ശ്രേഷ്ഠ മുഖ്യനായിരിക്കുന്ന ഏഷ ഇദ്ദേഹം ലോകത്തെ ധർമ്മമാർഗത്തിൽ അനുവർത്തയൻ നിലനിർത്തിക്കൊണ്ട് ധർമ്മസേതൂനാം ധർമ്മമര്യാദകളുടെ ഗോപ്ത പാലകനും തൽപരിപന്ഥിനാം അവയെ ലംഘിക്കുന്നവരുടെ ശാസകനും അത്രേ. അതിലത്തെ അന്വയം വന്നിട്ട് ധർമ്മഭൃതാം ശ്രേഷ്ഠ ഏഷ ലോകം ധർമ്മേ അനുവർത്തയൻ ധർമ്മസേതൂനാം ഗോപ്ത തൽപരിപന്ഥിനാം ശാസ്താ ച. എന്നുകൂടി പറയാം. ധർമ്മഭൃതാം ശ്രേഷ്ഠ ഏഷ ലോകം ധർമ്മേ അനുവർത്തയൻ ധർമ്മസേതൂനാം ഗോപ്ത തൽപരിപന്ഥിനാം ശാസ്താ ച. ധർമ്മം പാലിക്കുന്നവരിൽ മുഖ്യനായിരിക്കുന്ന ഇദ്ദേഹം ലോകത്തെ മാർഗത്തിൽ നിലനിർത്തിക്കൊണ്ട് ധർമ്മമര്യാദകളുടെ ആ പാലകനും അവയെ ലംഘിക്കുന്നവരുടെ ആ ശാസകനും ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീഹരിയുടെ കലാവതാരമായിരിക്കുന്ന അങ്ങയുടെ ആ ഭാവി കഥകളെ ആദരിപ്പാനായിട്ട് ആ മഹർഷിമാരാൽ ഉപദേശിക്കപ്പെട്ട പ്രകാരം ആ ശ്ലാഘ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ധർമ്മമനുഷ്ഠിക്കുന്നവരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഇദ്ദേഹം ലോകത്തിൽ ആ ധർമ്മം പുനഃസ്ഥാപിക്കും, ധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കും, അതിനെ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധർമ്മനിഷ്ഠരിൽ ശ്രേഷ്ഠനായ ഇദ്ദേഹം ലോകത്തെ ധർമ്മമാർഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ധർമ്മമര്യാദകൾ പാലിക്കുകയും അധാർമികരെ ശാസിക്കുകയും ചെയ്യും. ഇദ്ദേഹം ധർമ്മിഷ്ഠനായിരിക്കുക മാത്രമല്ല, ലോകത്തെ മുഴുവനും ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ സഞ്ചരിപ്പിക്കും. വർണ്ണാശ്രമാദി ധർമ്മമാർഗങ്ങളുടെ അതിർത്തികളെ സംരംഭിക്കും, ധർമ്മമാർഗങ്ങളെ വിരോധിക്കുന്നവരെ ശാസിക്കും. അതിനാൽ ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ഇദ്ദേഹം ശ്രേഷ്ഠനാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞ ഏഷ ധർമ്മഭൃതാം ഇദ്ദേഹം ധർമ്മഭൃതാം ശ്രേഷ്ഠോ പാലിക്കുന്നവരിൽ ശ്രേഷ്ഠനാണ്. ഗോപ്ത ധർമ്മമര്യാദകളെ പാലിക്കും. ദുഷ്ടന്മാരെ ശാസിക്കും. ഭവിഷ്യതി ശാസിക്കുകയും ചെയ്യും എന്നുള്ള പറയും. ഏഷ ധർമ്മഭൃതാം ഇപ്രകാരം ആ ധർമ്മം പാലിക്കുന്നവരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ രാജാവ് ഗോപ്ത ധർമ്മമര്യാദകളെ പാലിക്കുകയും ദുഷ്ടന്മാരെ ശാസിക്കുകയും ഭവിഷ്യതി ശാസിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ഗോപ്ത ദുഷ്ടാനാം ശാസ്ത ഭവിഷ്യതി എന്നാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഏഷ വൈ ലോകപാലാനാം ബിഭർത്തേകസ്തനൗ തനൂ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഏഷ വൈ ലോകപാലാനാം ബിഭർത്തേകസ്തനൗ തനൂ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. അപ്പോൾ ഏഷ വൈ ഇദ്ദേഹം ആകട്ടെ കാലേ കാലാനുസൃതം ആ വണ്ണം ആവശ്യം പോലെ ആ ഭൂമി സ്വർഗം എന്നീ രണ്ട് ലോകങ്ങൾക്കും ആ ഗുണപ്രദം ആകുമാറ് ആ ലോകപാലന്മാരുടെ ആ ശരീരങ്ങളെ ഒരേ ഒരു ദേഹത്തിൽ ധരിക്കണം. ലോകപാലന്മാരുടെ ഇതിനെയൊക്കെ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അപ്പോൾ ലോകപാലന്മാർ ഭരിക്കുന്ന പോലെ തന്നെയാണ്. ഏഷവൈ ലോകപാലാനാം
ഇദ്ദേഹമാകട്ടെ ലോകപാലന്മാരെ പോലെ ബിഭ്രത്യേക സ്തനൗ തനൂഹു, ഒരേ ഒരു ദേഹത്തിൽ നിന്നുകൊണ്ട് ധരിച്ചുകൊണ്ട് കാലേ കാലേ യഥാകാലങ്ങളിൽ യഥാഭാഗം ആവശ്യം പോലെ ലോകയോരുഭയോർഹിതം, ലോകത്തിലും ആ ഭൂമിയിലും ഉഭയോ ലോകയോ ഭൂമി സ്വർഗം എന്നീ രണ്ട് ലോകങ്ങൾ, ആ ലോകങ്ങൾക്കും ഒക്കെ എല്ലാറ്റിനും ലോകത്തിനും ഭൂമിക്ക് സ്വർഗത്തിനും ഒക്കെ ഗുണപ്രദം ആകുമാറ് ആ ലോകപാലന്മാരുടെ ആ ശരീരങ്ങളെ സ്വീകരിച്ചിട്ട് ഒരേ ഒരു ദേഹത്തിൽ ധരിച്ചിരുന്നിട്ടാണ് ഭരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഇത് പദങ്ങൾ നോക്കാം. ഏഷ വൈ, ഇദ്ദേഹമാകട്ടെ, കാലേ കാലേ കാലാനുസൃതമാം വണ്ണം, യഥാഭാഗം ആവശ്യം പോലെ, ഉഭയോഹോ ലോകയോഹോ ഭൂമി സ്വർഗം എന്നീ രണ്ട് ലോകങ്ങൾക്കും ഹിതം ഗുണപ്രദമാകുമാറ് ലോകപാലന്മാരുടെ തനൂഹു ശരീരങ്ങളെ ഏകഹത്തനൗ ഒരേ ഒരു ദേഹത്തിൽ ബിഭർത്തി ധരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഏഷ വൈ, ഇദ്ദേഹമാകട്ടെ, കാലേ കാലേ കാലാനുസൃതമാം വർണ്ണം, യഥാഭാഗം ആവശ്യം പോലെ, ഉഭയോഹോ ലോകയോഹോ ഭൂമി സ്വർഗം എന്നീ രണ്ട് ലോകങ്ങൾക്കും ഹിതം ഗുണപ്രദമാകുമാറ് ലോകപാലന്മാരുടെ തനൂഹു ശരീരങ്ങളെ ഏകതനൗ ഒരേ ഒരു ദേഹത്തിൽ ബിഭർത്തി ധരിക്കുന്നു. അപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് ഏഷ വൈ കാലേ കാലേ യഥാഭാഗം ഉഭയോഹോ ലോകയോഹോ ഹിതം ലോകപാലാനാം തനൂഹു ഏകഃ തനൗ ബിഭർത്തി. ഒന്നും കൂടി പറയാം. ഏഷഃ വൈ കാലേ കാലേ യഥാഭാഗം ഉഭയോഹോ ഹിതം ലോകപാലാനാം തനൂഹു ഏകത്തനൗ ബിഭർത്തി. ഇദ്ദേഹമാകട്ടെ ആ കാലാനുസൃതമാം വണ്ണം ആവശ്യം പോലെ ആ ലോകങ്ങളെ ഭൂമി സ്വർഗം എന്നീ രണ്ട് ലോകങ്ങൾക്കും ഗുണപ്രദമാകുമാറ് ആ ലോകപാലന്മാരുടെ ശരീരങ്ങളെ ഒരേ ഒരു ദേഹത്തിൽ ധരിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ട് ആ ധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കുന്നു പറഞ്ഞു, അതിനെ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. ഇദ്ദേഹം ഒരാൾ തന്നെ അതാതുകാലത്തെ ആവശ്യാനുസരണം ഭൂമിക്കും സ്വർഗത്തിനും ഹിതം ചെയ്യത്തക്കവണ്ണം ഒരേ ദേഹത്തിൽ തൻ്റെയും ആ ലോകപാലന്മാരുടെയും കൂടി രണ്ട് ശരീരങ്ങളെ ധരിക്കുന്നു. സ്ഥൂല ശരീരം പൃഥു, സൂക്ഷ്മ ശരീരം ലോകപാലന്മാരുടെ. ഇങ്ങനെ രണ്ട് ശരീരത്തെയും ഒരേ സമയത്ത് ധരിച്ചിട്ടാണ് ആ ലോകപാലനം ചെയ്യണതെന്നർത്ഥം. അപ്പോൾ ഇദ്ദേഹം ഒരാൾ തന്നെ അതാതുകാലത്തെ ആവശ്യങ്ങൾ അനുസരിച്ച് രണ്ട് ലോകത്തിനും ഹിതം വരത്തക്കവണ്ണം, അതായത് ഭൂമിയിൽ ആ പൃഥുമഹാരാജാവായിട്ടും സ്വർഗത്തിൽ ലോകപാലന്മാരായിട്ടും പ്രവർത്തിക്കണമെന്ന് അർത്ഥം, ലോകപാലകനായിട്ടും പ്രവർത്തിക്കണമെന്നർത്ഥം. ഇദ്ദേഹം ഒരാൾ തന്നെ അതാതുകാലത്തെ ആവശ്യങ്ങളനുസരിച്ച് രണ്ട് ലോകത്തിനും ഹിതം വരത്തക്ക വിധം പാലകരുടെയും മൂർത്തികളെ സ്വശരീരത്തിൽ ധരിക്കുന്നു. ഇദ്ദേഹം അധർമ്മിഷ്ഠനായിരിക്കുക മാത്രമല്ല ലോകത്തെ മുഴുവനും ധർമ്മത്തിൽ നിന്നും തെറ്റാതെ സഞ്ചരിപ്പിക്കും പറഞ്ഞു. ഇദ്ദേഹം അന്യസഹായത്തെ അപേക്ഷിക്കാതെ ഏകനായിട്ട് തന്നെ ആ യജ്ഞാദി ധർമാനുഷ്ഠാനങ്ങളും മുടക്കം കൂടാതെ ഇഹലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിനാൽ ദേവലോകത്തിലും വൃഷ്ണ്യാദികളെ കൊണ്ട് ഈ ലോകത്തിനും ഹിതത്തെ ജനിപ്പിക്കുന്നവനാകയാൽ സൂര്യൻ, ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരുടെ അംശങ്ങളെ സ്വശരീരത്തിൽ വഹിച്ചിരിക്കുന്നുവെന്ന് അതാതുകാലത്തിൽ ആവശ്യമായിരിക്കുന്ന അതാതു പ്രവൃത്തികൾ നിമിത്തം ലോകത്തിൽ സ്പഷ്ടമായിട്ട് അങ്ങനെ പ്രവർത്തിക്കും, അങ്ങനെ അറിയപ്പെടുന്ന അർത്ഥം.
അപ്പോൾ ഇവിടുത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. സർവലോകപാലാനാം അല്ല സർവലോകപാലാനാം തേജ സ്വദേഹം ബിഭർത്തി. സർവലോകപാലന്മാരുടെയും തേജസ്സിനെ സ്വന്തം ദേഹത്തിൽ അങ്ങനെ ധരിച്ചിരിക്കുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ധർമ്മമര്യാദ ഗോപ്ത ദുഷ്ടാനാം ശാസ്താ ഭവിഷ്യതി സർവലോകപാലാനാം തേജ. സർവലോകപാലന്മാരുടെയും തേജസ്സിനെ ധരിച്ച് സ്വദേഹം സ്വന്തം ദേഹത്തിൽ ബിഭർത്തി ധരിക്കണു. അപ്പോൾ സർവലോകപാലാനാം തേജ സ്വദേഹം ബിഭർത്തി എന്നുള്ളതാണ് ഇവിടുത്തെ വ്യാഖ്യാനം വരിക. അപ്പം അടുത്ത ശ്ലോകം വന്നിട്ട് ആറാമത്തെ. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമഃ സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമഃ സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. ഈ മഹാനുഭാവൻ അയം വിഭു, ഈ മഹാനുഭാവൻ ആ കാലത്തിനൊത്ത് ആ ധനം സംഭരിക്കുന്നു. അതിൻ്റെ കാലത്ത് അതിനെ വിതരണം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ സമസ്ത ജീവരാശികളിലും സൂര്യനെ പോലെ സമത്വത്തോടെ പ്രതപൻ വൈഭവശാലിയും ആയിട്ട് വർത്തിക്കണമെന്നർത്ഥം. അപ്പോൾ വസുഹു കാല ഉപാദത്തെ ധനം, വസു എന്ന് പറഞ്ഞാൽ ധനം, ആ കാല ഉപാദത്തെ ധനം സംഭരിക്കും. അതിൻ്റെ കാലത്തിനൊത്ത് ആ ധനം സംഭരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി, അതിനെ വേണ്ട പോലെ അതിനെ വിതരണം ചെയ്യുകയും ചെയ്യും. അതാത് കാലത്തിന് വേണ്ട പോലെ വിതരണം ചെയ്യുകയും. വിമുഞ്ചതി സമസ്സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും സമത്വവും, സർവഭൂതേഷു സമസ്ത ജീവരാശികളിലും സൂര്യനെ പോലെ പ്രതപൻ സൂര്യവത് വിഭു, സൂര്യനെപ്പോലെ സമത്വത്തോടു കൂടിയിട്ടും പ്രതപൻ ഭവതി വൈഭവശാലിയും ആയിട്ട് അങ്ങനെ കാണപ്പെടുന്ന അർത്ഥം. ഇപ്പോൾ വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി അയം വിഭു സമഃ സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. സൂര്യവത് വിഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയം വിഭു, ഈ മഹാനുഭാവൻ കാലത്തിനൊത്ത് വസു ധനം ഉപാദത്തെ സംഭരിക്കും. കാലേ അതിൻ്റെ കാലത്ത് വിമുഞ്ചതീച്ച വിതരണവും ചെയ്യും. സർവേഷു ഭൂതേഷു, അങ്ങനെ ആ സമസ്ത ജീവരാശികളിലും സൂര്യവത് സൂര്യനെ പോലെ സമത്വത്തെയും പ്രതപൻ ഭവതി വൈഭവശാലിയും ആയിത്തീരണു. ഇതും കൂടി പറയാം. അയം വിഭു, ഈ മഹാനുഭാവൻ കാലത്തിനൊത്ത് വസുഹു ധനം ഉപാദത്തെ സംഭരിക്കും. കാലേ അതിൻ്റെ കാലത്ത് വിമുഞ്ചതീച്ച വിതരണവും ചെയ്യും, കാലാകാലത്ത് വിതരണവും ചെയ്യും. സർവേഷു ഭൂതേഷു, അങ്ങനെ ആ സമസ്ത ജീവരാശികളിലും സൂര്യവത് സൂര്യനെ പോലെ സമത്വത്തോടെ പ്രതപൻ ഭവതി വൈഭവശാലിയും ആകും. അതിൽ അന്വയം വന്നിട്ട് അയം വിഭു കാലേ വസു ഉപാദത്തെ കാലേ വിമുഞ്ചതി സർവേഷു ഭൂതേഷു സൂര്യവത് പ്രതപൻ ഭവതി. എന്നും കൂടി പറയാം. അയം വിഭു കാലേ വസു ഉപാദത്തെ കാലേ വിമുഞ്ചതി ച സർവേഷു ഭൂതേഷു സൂര്യവത് പ്രതപൻ ഭവതി. ഈ മഹാനുഭാവൻ അകാലത്തിനൊത്ത് ആ ധനം സംഭരിക്കും. അതാതിൻ്റെ വേണ്ട കാലത്ത് അതിനെ വിതരണവും ചെയ്യും. അങ്ങനെ സമസ്ത ജീവരാശികളിലും സൂര്യനെ പോലെ സമത്വത്തോടെ വൈഭവശാലിയും ആയിട്ട് ഉണ്ടാകും. അപ്പോൾ രാജ്യത്ത് ആ സുഭിക്ഷതയുള്ള കാലത്ത് കരം മേടിച്ച് ആ ധനം ശേഖരിക്കും. ആ
ഉള്ള സമയത്ത് അത് ദാനമായിട്ട് കൊടുക്കുകയും ചെയ്യും. എല്ലാ ഭൂതങ്ങളിലും സമഭാവനയോടുകൂടിയിരിക്കും. അങ്ങനെ ഇദ്ദേഹം ആദിത്യൻ്റെ ധർമ്മങ്ങളെ അനുസരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സർവഭൂതങ്ങളിലും സമാനായ ഇദ്ദേഹം സൂര്യനെപ്പോലെ പ്രതാപപൂർണനായിട്ട് അതാതുകാലത്ത് കരം തുടങ്ങിയവ സ്വീകരിക്കുകയും വേണ്ട ഘട്ടത്തിൽ അതിനെ തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല ഭൂതങ്ങളിലും ആ രാഗദ്വേഷാദിഭാവങ്ങളില്ലാതെ സമനായിരിക്കുന്ന ഇദ്ദേഹം സൂര്യനെ പോലെ സർവരിലും പ്രതാപത്തെ പ്രകാശിപ്പിക്കും. സൂര്യൻ കിരണങ്ങൾ കൊണ്ട് സമുദ്രാദി ജലാശയങ്ങളിൽ നിന്നും ജലത്തെ വലിച്ചെടുക്കുന്നത് പോലെ ഇദ്ദേഹം സമൃദ്ധി കാലത്തിൽ പ്രജകളിൽ നിന്നും കരം പിരിച്ചെടുക്കും. വർഷകാലത്തിൽ സൂര്യൻ ജലത്തെ ലോകത്തിൽ വിട്ടു കൊടുക്കുന്നത് പോലെ ക്ഷാമകാലത്തിൽ പ്രജകൾക്ക് ധനം ദാനം ചെയ്ത് സംരക്ഷിക്കും. ഈ പ്രവൃത്തികൾ നിമിത്തം സൂര്യസാദൃശ്യം രാജാവിനുണ്ടെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. അങ്ങനെ സങ്കടപ്പെടുന്ന പ്രാണികളുടെ നേരെ കരുണാശീലനും ഭൂമിദേവിയെപ്പോലെ സർവഥാ ക്ഷമിക്കുന്നവനുമായിരിക്കുന്ന വേനാംഗജാതനായിരിക്കുന്ന ഈ മഹാൻ കാൽ കൊണ്ട് ശിരസിൽ അവരുടെ നേരെയും ക്ഷമ കാണിക്കും. ഇതിനാൽ ക്ഷത്രിയാംശം ഇദ്ദേഹത്തിലുണ്ടെന്ന് കാണിക്കുന്നു. ഇത് അവസാനത്തെ ഭാഗം അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ കാലേ ദ്രവ്യം ഗൃഹ്ണാതി കാലേ മുഞ്ചതി സൂര്യവത്, സൂര്യനെ പോലെ അതാതു കാലങ്ങളിൽ ദ്രവ്യം സംഭരിക്കുകയും അതിനെ ദാനം ചെയ്യുകയും ചെയ്യുന്നു. മുഞ്ചതി കൊടുക്കുകയും ചെയ്യണമെന്നർത്ഥം. കാലേ ദ്രവ്യം ഗൃഹ്ണാതി, അതാത് കാലങ്ങളിൽ ദ്രവ്യത്തെ സ്വീകരിച്ച് കാലേ മുഞ്ചതി അതിനെ വിതരണം ചെയ്യുന്നു. സൂര്യവത്, സൂര്യൻ ചെയ്യുന്നത് പോലെ എന്നുള്ളതാണ് പറയുന്നത്. കാലേ ദ്രവ്യം ഗൃഹ്ണാതി കാലേ മുഞ്ചതി സൂര്യവത് എന്നുള്ളതാണ് ഇന്നത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 7ാമത്തെ ശ്ലോകം. അപ്പോൾ ഇവിടെ വർഷത്തിൻ്റെ അധിപതി, ഇവിടെ മുതൽ 8 ശ്ലോകങ്ങളിൽ ഇദ്ദേഹത്തിൽ സൂര്യാദികളുടെ സാന്നിധ്യം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. വേദത്തിൽ കിഴക്കുദിക്കിൻ്റെ അധിപൻ ആദിത്യനാണ്. കിം ദേവതോസ്യാം പ്രാച്യാം ദിശ്യസീതി ആദിത്യദേവ ഇതി ബൃഹദാരണ്യകത്തിൽ പറയുന്നുണ്ട്, ബൃഹദാരണ്യകോപനിഷത്തിൽ. എന്നാൽ ആദിത്യൻ അതിഥിയുടെ പുത്രനാകിയാൽ ഇന്ദ്രനെന്നുമാകാം. അപ്പോൾ ആദിത്യനോട് വമിക്കാൻ കാരണം ആദിത്യൻ 8 മാസം കാലം ഭൂമിയിലെ ജലം പാനം ചെയ്ത് 4 മാസക്കാലം അതിനെ വർഷരൂപത്തിൽ വമിക്കുന്നു എന്നതാണ്. അപ്പോൾ വർഷത്തിൻ്റെ അധിപതി ആദിത്യൻ ആണെന്നതിൻ്റെ പ്രമാണം ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അസ്യ വാമസ്യ പാലിതസ്യ ഹേതുഹു തുടങ്ങണ ആ ഋഗ്വേദത്തിൽ. അപ്പോൾ ആദിത്യൻ്റെ ധർമ്മത്തെയാണ് ഇവിടെ ചെയ്യണ. സൂര്യൻ്റെ സൂര്യവത്, സൂര്യനെ പോലെ ആ ലോകപാലന്മാർ എപ്രകാരമാണോ വേണ്ട കാലത്ത് വേണ്ടതിനെ സ്വീകരിച്ചിട്ട് വേണ്ടതിനെ ആ ലോകത്തിലേക്ക് വിട്ടുകൊടുക്കുന്നത്, അതുപോലെ ആ പൃഥ്വിമഹാരാജാവും ആ ധനമൊക്കെ സമ്പാദിച്ചത് വേണ്ട പോലെ അതിനെ വിതരണം ചെയ്യുകയും ചെയ്യണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. തിദിക്ഷത് അത്യക്രമം വൈന്യ ഉपर्याक्रमतामपि ഭൂതാനാം കരുണശശ്വതാർത്ഥാനാം ക്ഷിതിവൃത്തിമാൻ. തിദിക്ഷത്യക്രമം വൈന്യ ഉपर्याक्रमतामपि ഭൂതാനാം കരുണ ശശ്വതാർത്ഥാനാം ക്ഷിതിവൃത്തിമാൻ. അപ്പോൾ സമാധിഷഡ്ക സമ്പത്തി ഒക്കെ ഉള്ള ആളാണെന്ന് പറയുകയാണ്. ശശ്വത്, എപ്പോഴും ക്ഷിതിവൃത്തിമാൻ, ഭൂമിയെപ്പോലെ ക്ഷമിക്കുന്ന ആളാണ്. ക്ഷിതിവൃത്തിമാൻ, കരുണാമയൻ ആയിട്ടുള്ള ആളാണ്. വൈന്യ, ആ പൃഥ്വിമഹാരാജാവ്. അങ്ങനെ തൻ്റെ തലയ്ക്കുപരി
ചവിട്ടിക്കയറുന്നവരെ, ആക്രമതാം അഭി ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ കൂടി, ആർത്താനാം ഭൂതാനാം ദീനന്മാരായവരുടെ ആ ആക്രമത്തെ തിദിക്ഷാദി ക്ഷമിക്കുന്ന ആളാണ് അദ്ദേഹം. തിദിക്ഷയുള്ള ആളാണ് അദ്ദേഹം എന്നർത്ഥം. തൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് കളിക്കുകയാണെങ്കിലും അതിൽ ക്ഷമിച്ച് അവരെ വേണ്ട വിധത്തിൽ നയിക്കാൻ ഉതകുന്ന ആളാണ്, രാജാവാണ് എന്നാണ് പറയുന്നത്. തിദിക്ഷത്യക്രമം വൈന്യ ഉപരി ആക്രമതാമപി ഭൂതാനാം കരുണശശ്വതാർത്ഥാനാം ക്ഷിതിവൃത്തിമാൻ. പതിത്തെ പദങ്ങൾ ശശ്വത് എല്ലായ്പ്പോഴും, ക്ഷിതിവൃത്തിമാൻ ഭൂമിയെപ്പോലെ ക്ഷമാശീലനും, കരുണാമയനുമായ വൈന്യ പൃഥ്വിമഹാരാജാവ്, ഉപരി തൻ്റെ തലയ്ക്കു ഉപരി, ആക്രമതാം അപി ചവിട്ടിക്കയറുന്നവരായാൽ പോലും, ആർത്താനാം ഭൂതാനാം ദീനരായവരുടെ അക്രമത്തെ തിദിക്ഷതി ക്ഷമിക്കും എന്നുകൂടി പറയാം. ശശ്വത് എല്ലായ്പ്പോഴും, ക്ഷിതിവൃത്തിമാൻ ഭൂമിയെപ്പോലെ ക്ഷണശീലനും, കരുണാമയനുമായിരിക്കുന്ന വൈന്യ പൃഥ്വിമഹാരാജാവ്, ഉപരി തൻ്റെ തലയ്ക്കുപരി, ആക്രമതാം അപി ചവിട്ടി കയറുന്നവരായാൽ പോലും, ആർത്താനാം ഭൂതാനാം ദീനന്മാരായവരുടെ അക്രമത്തെ തിദിക്ഷതി ക്ഷമിക്കുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് ശശ്വത് ക്ഷിതിവൃത്തിമാൻ കരുണ വൈന്യ ഉപരി ആക്രമതാം അപി ആർത്താനാം ഭൂതാനാം അക്രമം തിദിക്ഷതി. ഒന്നുകൂടി പറയാം. ശശ്വത് ക്ഷിതിവൃത്തിമാൻ കരുണ വൈന്യ ഉപരി ആക്രമതാം ആർത്താനാം ഭൂതാനാം അക്രമം തിദിക്ഷതി. എല്ലായ്പ്പോഴും ആ ഭൂമിയെപ്പോലെ ക്ഷമാശീലനും കരുണാമയനുമായിരിക്കുന്ന പൃഥ്വിമഹാരാജാവ് തൻ്റെ തലയ്ക്കുപരി കയറുന്നവരായാൽ പോലും ആ ദീനന്മാരായവരുടെ അക്രമത്തെ ക്ഷമിക്കുന്ന ആളാണ്, ക്ഷമിക്കും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ദുഃഖിതരായ ജീവികളുടെ നേരെ സദാ കൃപ ചെയ്യുന്നവനും ഭൂമിയെപ്പോലെ സഹനശക്തിയുള്ളവനുമായ ഇദ്ദേഹം തലയിൽ ചവിട്ടുന്നവരെ അവരുടെ അപരാധങ്ങളെ പോലും ക്ഷമിക്കുന്നു ആണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇതിലെ ഈ കഴിഞ്ഞ ശ്ലോകത്തെ അർത്ഥം ഇവിടെ വായിച്ചത്. ഈ പ്രവൃത്തി സൂര്യസാദൃശ്യം രാജാവിനുണ്ടെന്ന് സ്പഷ്ടമാക്കുകയാണ്. സങ്കടപ്പെടുന്ന പ്രാണികളുടെ നേരെ കരുണാശീലനും ഭൂമിദേവിയെപ്പോലെ സർവഥാ ക്ഷമിക്കുന്നവനുമായ ആ വേനാംഗജാതനായിരിക്കുന്ന ഈ മഹാൻ കാൽ കൊണ്ട് ശിരസിൽ ചവിട്ടുന്നവരെ അവരുടെ നേരെയും ക്ഷമ കാണിക്കും. ഇതിനാൽ ക്ഷത്രിയാംശം ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ഷത്രിയാംശം ഇദ്ദേഹത്തിലുണ്ടെന്ന് കാണിക്കണു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. ഭൂതാനാം നിരന്തരം കരുണ, സർവഭൂതങ്ങളിലും നിരന്തരം കരുണ ചെയ്യുന്ന ആളാണ്. ക്ഷമയാ ഭൂരിവ, ഭൂമിദേവിക്ക് ഒപ്പം ക്ഷമയുള്ള ആളാണ്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഈ വ്യാഖ്യാനത്തിൽ. ഭൂതാനാം നിരന്തരം കരുണ ക്ഷമയാ ഭൂരിവ, ഭൂതങ്ങളിൽ നിരന്തരം കരുണയുള്ള ആളും ക്ഷമാശീലം ഭൂരിവ ഭൂമിയെപ്പോലെ ക്ഷമാശീലനുമുള്ള ആളാണ്. ഭൂതാനാം നിരന്തരം കരുണ ക്ഷമയാ ഭൂരിവ, ക്ഷമയാ ഭൂരിവ ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവരും ആണ്. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.